ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇതിൽ കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും അതുപോലെ തന്നെ കുക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മൊത്തത്തിൽ കണ്ടോക്കിയിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ അരി ഉഴുന്നൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. രാവിലെ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് എടുത്തുതരാം. അപ്പോൾ ആ പാത്രങ്ങൾ ഞാൻ കഴുകി, ആ ബോട്ടിൽസ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, ആ കണ്ടെയ്നേഴ്സ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഈ ഒരു ഞാൻ പിന്നെ അത് മറന്നു പോയിട്ടോ അതിലേക്ക് റീഫിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ആണ് ഞാനത് പിന്നെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതങ്ങോട്ട് ചെയ്ത് വെച്ചേക്കാന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നിന്നതാണ്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് മല്ലിയില വാങ്ങിച്ചത് ഉണ്ടായിരുന്നു. വാങ്ങിച്ചാൽ രാവിലെ വാങ്ങിച്ചതാട്ടോ. അത് ഞാൻ അതൊന്ന് കഴുകിയിട്ട് എടുത്ത് വെക്കാന്ന് വെച്ചിട്ട് അതൊന്ന് കഴുകി ഒരു ടിഷ്യൂമ ഇട്ട് വെച്ചതാണ്. ഞാനില്ലേ സാധാരണയായിട്ട് മല്ലിയില ഇങ്ങനെ കഴുകി വെക്കലില്ല കേട്ടോ. കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ആ റൂട്ടൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അത് ടിഷ്യൂ പേപ്പറുമ്പോൾ പൊതിഞ്ഞിട്ട് അങ്ങനെ കണ്ടെയ്നറിലിട്ട് അടച്ച് വയ്ക്കുക. അങ്ങനെ ചെയ്യലിട്ടാ. നിങ്ങൾ മുമ്പത്തെ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ അങ്ങനെ ചെയ്യണത്. അതൊരുപാട് നാൾ എങ്ങനെയായാലും ഒരു 3 ആഴ്ച കൂടുതലെല്ലാം അതിൽ കൂടുതലും അത് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. ഞാനപ്പോൾ അത് ഒരുപാട് നാളായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തു വരൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവരത് കഴുകിയിട്ട് മല്ലിയില കഴുകിയിട്ട് ഇതുപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെക്കണത് കേട്ടോ. അപ്പം ഞാൻ കരുതി എന്നെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അത് എന്തിനാ അങ്ങനെ ഞാൻ യൂസ്ഡ് ആയ ഒരു കാര്യം പിന്നെയും വേറൊരു മെത്തേഡ് നോക്കുന്നതെന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ. അതെനിക്ക് കണ്ടപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാൻ തോന്നിയിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ ഈ ഒരു വോയിസ് ഓവർ ഈ വോയിസ് ഓവർ ഞാൻ കൊടുക്കണില്ലേ, ഈ വോയിസ് ഓവർ ഞാൻ കൊടുക്കണ സമയത്ത് ഇതൊരാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആയിട്ടോ. ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തില്ലേ ഈ മല്ലിയില അപ്പാടെ ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് വെറുതെ ഒന്ന് നോക്കിയതാണ്. കഴുകിയിട്ട് ഞാൻ നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞിട്ട് തന്നെ കേട്ടോ വെച്ചത്. വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ എപ്പോഴും ചെയ്യണ ആ ഒരു മെത്തേഡ് ചെയ്തു. അതായത് ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കണില്ലേ ഇത് തന്നെ ഞാൻ എപ്പോഴും ചെയ്യല്. ഇത് ചെയ്ത് നോക്കി, ഇത് തന്നെ ചെയ്തു. പക്ഷെ അത് ചീഞ്ഞു പോയിന്ന് വെച്ചാൽ അങ്ങനെ പഴുത്തൊക്കെ പോയില്ലേ. അതിനുശേഷം പിന്നെ അത് വല്ലാണ്ട് അങ്ങോട്ട് എന്താ പറയുക ചീഞ്ഞ് തന്നെയാണ് അത് അങ്ങനെ പോയിട്ടുണ്ടായി. അപ്പോൾ ഇതെനിക്ക് വെറുതെ ആവശ്യമില്ലാത്തൊരു പണിക്ക് നിന്നിട്ട് അങ്ങനെ പണി കിട്ടിയത്. ഇരട്ടി പണിയായിരുന്നേ. കഴുകിയിട്ട് അത് വെള്ളം വരാനായിട്ട് കുറേ നേരം വറന്നു പോകാനായിട്ട് അങ്ങനെ കുറേ നേരം വെക്കുകയൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നിന്ന് എന്നിട്ടും ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് അതിലെ വെള്ളമൊക്കെ വീണ്ടും കളഞ്ഞിട്ടൊക്കെയാണ് ഞാനിത് ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്കിതൊരു പൊട്ടയായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയത്. ഇത് അങ്ങനെ വർക്കൗട്ട് ആവണില്ല കേട്ടോ. ഇനി ഞാൻ ഒരിക്കലും ഇത് ചെയ്യില്ല. ഞാൻ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ ചെയ്യുള്ളൂ. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ പലർക്കും തോന്നുന്നുണ്ടാവും അങ്ങനെ മല്ലിയില കഴുകി എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നല്ലേ. സത്യമായിട്ടാ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. മര്യാദയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. വെറുതെ പണി ചോദിച്ച് വാങ്ങിക്കാനായിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടിയത്. എനിക്ക് മല്ലിയില ഇവിടെ എപ്പോഴും കിട്ടുന്ന സാധനമൊന്നുമല്ല കേട്ടോ. എന്നിട്ടും എനിക്ക് അങ്ങനെ ഈസിലി അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഇതായിട്ടത് സൂക്ഷിച്ച് വെക്കൽ. എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ ഇത് വാങ്ങിക്കണമെങ്കിൽ ഞാൻ ഇന്ത്യൻ ഷോപ്പിലെല്ലാം പോകണ്ടേ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്തൊക്കെ നിൽക്കണ്ടേ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഗ്രോസറീസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഒത്തിരി ഒന്നും വാങ്ങിച്ചിട്ടില്ല. അത്യാവശ്യമുള്ള കുറച്ച് വെജിറ്റബിൾസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ആമസോൺ ഫ്രഷിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. അവക്കാഡോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാ ആഴ്ചയിലും ഞാൻ വാങ്ങിക്കലുണ്ട് കേട്ടോ. അവക്കാഡോ, ബ്രോക്കലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാ ആഴ്ചയും വാങ്ങിക്കലുണ്ട്. പിന്നെ പാവ് ഭാജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഞാനത് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് മസാല തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ ക്യാപ്സിക്കം അങ്ങനെയുള്ള സാധനം. പിന്നെ കിംച്ചി ഇല്ലേ, അത് ഞാൻ കിംച്ചി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും അല്ലാണ്ട് ഇവിടെ മോള് കഴിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബനാന, പിന്നെ പനീറിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആട്ടയില്ലേ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്രാൻഡ് ഞാൻ വാങ്ങിക്കലില്ല. പക്ഷെ എനിക്കിന്ന് ആമസോണിൽ നിന്ന് ഇത് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇന്ത്യൻ ഷോപ്പിലും രാവിലെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഗ്യോസ എന്ന് പറയുന്ന ഒരു കൊറിയൻ ഒരു സ്നാക്ക് പോലത്തെ, അത് ഫ്രോസൺ ആട്ടോ. അതും ഈ ഒരു ഇതുമൊക്കെ വല്ലപ്പോഴൊക്കെ ഞാൻ വാങ്ങിക്കലുണ്ട്. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ വാങ്ങിക്കലുണ്ട്. പിന്നെ ഗ്രൗണ്ട് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്പ്രിംഗ് അണിയൻ, ഈ ആമസോൺ ഫ്രഷിലൊക്കെ കിട്ടുന്ന ഇങ്ങനത്തെ സ്പ്രിംഗ് അണിയനൊക്കെ ഇല്ലേ, അത് നല്ല ഫ്രഷായിട്ട് എപ്പോഴും കിട്ടലുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചെറി ടൊമാറ്റോ, ഈ ഒരു യെല്ലോ കളറിലുള്ളത്
പിന്നെ ഇതൊരു ഈ നോർത്ത് ഇന്ത്യൻ പപ്പടമില്ലേ അതാട്ടാ, അത് ഞാൻ വാങ്ങിക്കലുണ്ട്. അതൊരു മസാല പപ്പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ടൊമാറ്റോ പ്യൂരി വാങ്ങിച്ചിട്ടുണ്ട്, ഹാലപ്പിനിയോസ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മിൽക്ക്. ഇതൊക്കെ ഞാൻ എപ്പോഴും ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുക. എനിക്ക് അത് എന്തായാലും അതാകുമ്പോൾ ഈസിയാണല്ലോ. മിക്ക ആഴ്ചയിലും ഞാൻ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാട്ടാ ചെയ്യൽ. ചിലപ്പോഴല്ലേ ഉള്ളൂ പോയി വാങ്ങിക്കൽ. മീറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പോയി വാങ്ങിക്കലിട്ടാ. ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ പെട്ടെന്ന് ഓർഡർ ചെയ്യും. ഈസിലി കിട്ടുമല്ലോ, അതിപ്പോൾ സെയിം ഡേ തന്നെ നമുക്ക് ഡെലിവറി ഒക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ ഒരു അവക്കാഡോയും ബനാനയൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഈ അവക്കാഡോ ഇത്തവണ കിട്ടിയത് പച്ചയാട്ടാ. കുഴപ്പമില്ല, ഒരു ദിവസമൊക്കെ ഇരിക്കുമ്പോൾ അത് പഴുത്തോളും. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇത് പഴുത്തതിന് ശേഷം മാത്രമാണ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാറുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് തന്നെ ആട്ടാ വെക്കില്ല. ഇതങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നും ഇല്ല കേട്ടാ, പക്ഷെ ഞാൻ വെക്കലുണ്ട്. പഴുത്തതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ അത് ഈ ബനാനേൻ്റെ കൂടെ ഒന്ന് ഇട്ടച്ചതാട്ടാ. അതുപോലെ ഈ ചെറി ടൊമാറ്റോയും സ്പ്രിംഗ് ഒണിയനൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുത്ത് വെക്കാമെന്ന് വെച്ചിട്ടാണ്. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യണം. എന്താ വെച്ചാൽ പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പം സാലഡ്സൊക്കെ ഉണ്ടാക്കുമ്പം ഈസിയാണല്ലോ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാനതങ്ങനെ കഴുകിയിട്ടാട്ടാ വെക്കൽ. ഈ ടൊമാറ്റോ പോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ട് വെക്കും. അങ്ങനെ എല്ലാ വെജിറ്റബിൾസും കഴുകിയെടുത്ത് വെക്കലൊന്നുമില്ല, അത് ചീഞ്ഞു പോവും. അപ്പോൾ ചിലതൊക്കെ ഇതുപോലെയുള്ളത് ഇങ്ങനെ കഴുകിയെടുത്ത് വെക്കും, അത്രയേ ഉള്ളൂ. ഈ സ്പ്രിംഗ് ഒണിയൻ്റെ നാശമായിട്ടുള്ള ഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി കഴുകിയിട്ടാട്ടാ ഞാൻ എടുത്ത് വെക്കൽ. സ്പ്രിംഗ് ഒണിയൻ ഇങ്ങനെ കഴുകി വെച്ചു എന്ന് വെച്ചിട്ട് അതിൽ വെള്ളം കളഞ്ഞ് വെച്ചാൽ അങ്ങനെ ചീഞ്ഞ് പോകുന്നില്ല. ഞാൻ ചെയ്യുന്നത് റെഗുലറായിട്ട് ഇതിങ്ങനെ തന്നെയാണ് ചെയ്യൽ. കഴുകിയിട്ട് അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെക്കൂട്ടാ. മല്ലിയില പോലെ ഇത് ചീഞ്ഞ് പോകുന്നില്ല. ക്യാപ്സിക്കം എല്ലാം ഞാൻ കഴുകിയിട്ട് അതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ട് അങ്ങനെയാട്ടാ സ്റ്റോർ ചെയ്ത് വെക്കൽ. മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ സ്പ്രിംഗ് ഒണിയൻ ഇതാ കഴുകി വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ ഞാൻ ഓൾറെഡി സ്റ്റോർ ചെയ്തു, ഉണക്കിയതിന് ശേഷം വെള്ളം കളഞ്ഞതിന് ശേഷം അതിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട് ആ ഒരു കണ്ടെയ്നറിലേക്ക്. ഇനിയിപ്പോൾ സ്പ്രിംഗ് ഒണിയനും ഞാൻ ഇതുപോലെയുള്ള ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഓർഗനൈസർ ആട്ടാ ഇത് ഇട്ടിട്ട് ഞാൻ സ്പ്രിംഗ് ഒണിയനൊക്കെ സൂക്ഷിച്ച് വെക്കൽ. ഫ്രിഡ്ജിൽ അങ്ങനെ വെജിറ്റബിൾ വെക്കുന്ന ഒരു സെക്ഷനിലല്ലാട്ടാ വെക്കുക. അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല, ഞാൻ അങ്ങനെ വെക്കലില്ല ഈ സ്പ്രിംഗ് ഒണിയനൊന്നും. അത് മുകളിൽ ഇട്ട് ഉള്ള ഭാഗത്ത് എവിടെയെങ്കിലും വെക്കലിട്ടാ. ഇപ്പോൾ ഈവനിങ് വൈകുന്നേരം ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഒന്ന് കുക്ക് ചെയ്യാനുണ്ട്. കുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇന്ന് ഡിന്നറിന് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കണില്ല. കുറേ നാളായിട്ട് ഞാൻ ഈ പാവ് ഭാജി ഇടയ്ക്കിൽ ഉണ്ടാക്കലുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് വീണ്ടും അത് കഴിക്കാൻ തോന്നിയിട്ട് അത് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും അതുപോലെ തക്കാളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ കുറേ റെസിപ്പികൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഒരുപാട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ എനിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമ്മൾ ആ റെസ്റ്റോറൻറ്റിലെല്ലാം വാങ്ങിക്കുന്ന പോലെ കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ ഇത്. ഞാൻ ഇപ്പം സ്ഥിരമായിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറേ നാൾ മുന്നേക്ക് ഉണ്ടാക്കുമ്പോൾ
അത്ര നന്നായിട്ടൊന്നും വരലൊന്നുമില്ല. അങ്ങനെയല്ല, നന്നായിട്ട് വരും, പക്ഷെ ആ ഒരു ടേസ്റ്റ് ഇല്ലേ അതങ്ങനെ കിട്ടില്ല. അങ്ങനെ കുറേ അധികം ട്രൈ ചെയ്ത് അവസാനം ഞാൻ ഫിക്സ് ചെയ്തൊരു റെസിപ്പി ആയിട്ടാ ഇത്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഫിക്സ് ചെയ്ത റെസിപ്പി എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പിയൊന്നും അല്ല കേട്ടോ, അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല. ഞാൻ കുറേ അധികം റെസിപ്പികൾ ഓരോ സ്ഥലത്തൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കലുണ്ടായി. എന്നിട്ട് അതിലൊന്നും എനിക്ക് അത്ര ഒരു ഇതായില്ല, എന്താ പറയുക, സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഒരു കറക്റ്റ് ടേസ്റ്റ്. പക്ഷേ അവസാനം ഏതോ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഈ ഒരു റെസിപ്പി ആയിരുന്നു അത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അത്യാവശ്യം അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു റെസിപ്പി ആണ് ഉണ്ടാക്കലിട്ട, അതാണ് ഞാൻ ഫിക്സ് ചെയ്തെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ എങ്ങനെയാണ് ചെയ്യലെന്ന് കാണിച്ചു തരാം. ബട്ടർ ആട്ടാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചില സമയത്ത് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കും. പാനിലേക്ക് പാൻ ചൂടായപ്പോൾ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ഉള്ളിയില്ലേ, വലിയുള്ളി, സവാള, അതും കൂടിയിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലോണം ഒന്നും വഴറ്റിയെടുക്കില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ പച്ച കളറിലെ ക്യാപ്സിക്കമായിട്ടാ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഉള്ളിയുടെ കൂടെ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതൊരു 1/4 ടീസ്പൂൺ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മാത്രം കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണുള്ളൂ, കുറച്ചാണ് ചേർത്ത് കൊടുക്കണുള്ളൂ. എരിവ് ഞാൻ എന്തായാലും പാവ് ഭാജീൻ്റെ മസാല ചേർക്കലുണ്ട്, അപ്പോൾ അത് ആ ഒരു എരിവ് കൂടി, അതിന് നല്ല എരിവുണ്ടാവും. അത്യാവശ്യം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ മസാലയ്ക്ക് നല്ല എരിവുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കശ്മീരി മുളക് വളരെ കുറച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ആ ഒരു മസാലയിലെ പാവ് ഭാജി മസാല അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 ടീസ്പൂൺ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ഒരു മസാല ഇതൊക്കെ ഒരു പച്ചമണമൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, കരിഞ്ഞു പോവാണ്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. മസാലയുടെ ഒരു പച്ചമണെല്ലാം മാറിയപ്പോഴേക്കും തക്കാളിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം തക്കാളി ഒക്കെ ഒന്ന് കുക്കായി വരാനായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഒന്ന് കുക്കായി വന്നപ്പോഴേക്കും അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങില്ലേ, ഉരുളക്കിഴങ്ങും പിന്നെ നമ്മുടെ ഈ ഗ്രീൻ പീസില്ലേ അതും കൂടിയിട്ട് ഞാൻ കുക്കറിലൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം, ഈ എന്താ പറയുക, ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ആ പൊട്ടറ്റോ ഒക്കെ വേവിച്ച ഒരു വെള്ളം കുറച്ചുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ വെച്ചിട്ട്, അപ്പോൾ അതും കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് അത്യാവശ്യം ഒന്ന് എന്താ പറയുക, ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യാനുണ്ടാവില്ല, ഒരു 5 മിനിറ്റ് എല്ലാം അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്ക് കസൂരി മേത്തി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണമല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് ആ ഒരു ഓഫ് ചെയ്യണ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യണ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് ഓഫ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മല്ലിയില എടുത്തതിന് ശേഷം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്.
അപ്പം മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു മസാല. പാവ് ഭാജിയുടെ ഈ ഒരു ഇത് ഞാൻ ഉണ്ടാക്കൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഞാൻ മുന്നേ എല്ലാം ഇങ്ങനെ റെഡിമെയ്ഡ് മസാല അല്ലാണ്ട് ഓരോന്നൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അതൊന്നും ശരിയായിട്ടില്ല കേട്ടോ. അവസാനം ഈ റെഡിമെയ്ഡ് മസാല വെച്ച് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇതാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. എനിക്കത് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒന്നും ഉണ്ടാക്കണില്ലല്ലോ, വല്ല കാലത്തല്ലേ ഉണ്ടാക്കുള്ളൂ. അപ്പം പിന്നെ ഞാൻ കരുതി ശരി എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന്. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രെഡും കൂടിയിട്ടൊന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാട്ടോ. അത് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഇന്ത്യൻ ഷോപ്പിൽ പോയപ്പം അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു എന്താ പറയുക ഇതായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ടൊന്ന് ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്, ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. അത്രയേ ഉള്ളൂ. വീഡിയോ ഞാൻ ശരിക്കും 2-3 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്യാനിരുന്നൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാനിപ്പോൾ പക്ഷെ എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ കഴിഞ്ഞില്ല, കുറച്ച് തിരക്കായത് കാരണം. അപ്പോൾ ഇന്നാണ് അതിന് വോയിസ് ഓവർ കൊടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞ മല്ലിയില ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കണം. ഇത് എന്താ പറയുക ഒരാഴ്ചയെല്ലാം ഓൾമോസ്റ്റ് ഒരാഴ്ചയെല്ലാം ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തതിന് ശേഷം. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മല്ലിയിലയുടെ കാര്യമില്ലേ, ആ വീഡിയോ എടുത്ത സമയത്ത് ഉള്ള മല്ലിയിലയുടെ കാര്യങ്ങളാണല്ലോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പക്ഷേ ഇതിന് വോയിസ് ഓവർ കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ ആ ഒരു സമയമായപ്പോൾ ആ മല്ലിയില കേടായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതങ്ങനെ പറഞ്ഞതാട്ടോ. അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ പറ്റുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച ഞാൻ വീണ്ടും വരാം. താങ്ക് യു. ബൈ.